ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കരിയില കമ്പോസ്റ്റ്. നമ്മൾ സാധാരണ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ എടുക്കും നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനും അത് കൂടുതൽ പവർഫുൾ ആവാനും വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല വേനലായതുകൊണ്ട് ഒത്തിരി കരിയിലകളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നല്ല വെയിൽ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് കരിയില നല്ല ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കരിയിലയൊക്കെ കൂട്ടിയിട്ടതിന് ശേഷം നമ്മളതൊന്ന് കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഷീറ്റ് ഇതേപോലെ നെറ്റിലോ അല്ലെങ്കിൽ ഷീറ്റുകളിലോ ഒക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്നുകിൽ എന്തെങ്കിലും കമ്പുകൾ കൊണ്ട് നമുക്ക് അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതേപോലെ കാലുകൊണ്ടൊന്ന് ശരിക്കും ചവിട്ടി ഒന്ന് ശരിക്കും പൊടിച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് നമ്മൾ കാലുകൊണ്ട് തന്നെ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒത്തിരി നമ്മൾ മണ്ണിൽ നിന്നൊക്കെ അടിച്ചെടുക്കുന്നതാണെങ്കിൽ ആണിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കാലുകൊണ്ട് ഇങ്ങനെ ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കമ്പെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതിപ്പോൾ ഇതിൽ ആണിയൊന്നും ഇല്ലയെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ കാലുകൊണ്ട് ചവിട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ആണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെ ഒരു കമ്പെടുത്തിട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്തെ കരിയിലകളെല്ലാം ഇതേപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ശരിക്കൊന്ന് പൊടിച്ച് കൊടുക്കാം. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ പൊടി കിട്ടും. അപ്പോൾ ഇത് ശരിക്കും വൈകുന്നേരം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ വെയിലുള്ള സമയത്ത് നമ്മളിതൊന്ന് വെയിലത്തിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പൊടിഞ്ഞ് കിട്ടും. കണ്ടോ, താഴെയുള്ളതൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊടി പോലെ നമുക്ക് ഇതേപോലെ കിട്ടും. നല്ല വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ പൊടിയും കേട്ടോ. ഇതിപ്പോൾ കൂടുതലായിട്ട് മാവിൻ്റെ ഇലയൊക്കെയാണ് കൂടുതൽ. ഇപ്പോൾ ചിലർ ചോദിക്കും മാവിൻ്റെ ഇല നമുക്ക് കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പുളിയുള്ള ഇലയല്ലേ. പക്ഷേ കമ്പോസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ വളമായി കഴിയുമ്പോൾ മാവിൻ്റെ ഇല കൂടുതലായാലും അത് പേരയുടെ ഇല എന്തിലയാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ ഉപയോഗിക്കാത്ത റബ്ബറിൻ്റെ ഇല മാത്രമേ ഉള്ളൂ. റബ്ബറിൻ്റെ ഇലയ്ക്ക് ചൂട് കൂടുതലായതുകൊണ്ട് നമ്മളങ്ങനെ റബ്ബറിൻ്റെ ഇല ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചെയ്യുന്നവരുണ്ടാവാം. സാധാരണ ഞാൻ ഉപയോഗിക്കാറില്ല. ബാക്കി എല്ലാ ഇലകളും നമുക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഒരു സൈഡ് നമ്മൾ പൊടിച്ചെടുത്തു. ബാക്കി മറ്റേ സൈഡിലോട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് ചവിട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ കരിയിലകൾ അത്യാവശ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലത്തെ ഒരു ചാക്കാണ് ആവശ്യം. അപ്പോൾ ഇതേപോലത്തെ ചാക്ക് തന്നെ വേണമെന്നില്ല. ഇതേപോലത്തെ പച്ച നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും 2 മടക്കിട്ടിട്ട് നമുക്ക് കൂട്ടിക്കെട്ടി കൊടുത്താലും മതി. അല്ല ഇതേപോലത്തെ ചാക്ക് ഉണ്ടെന്ന് എടുക്കാം, അല്ലെങ്കിൽ ചണച്ചാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇതേപോലത്തെ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഭാഗം നമുക്കിതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിക്കോളും. ചാക്കിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പൊടിയേണ്ട ആവശ്യമില്ലല്ലോ. മഴക്കാലത്തൊക്കെയാണ് നമുക്കിത് പൊടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കിതേപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അടിഭാഗത്ത് ചാക്കിൻ്റെ അടിയിൽ കുറച്ച് ഇടുന്നുണ്ട്, പൊടിഞ്ഞ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ തന്നെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് നല്ല വളമുള്ള കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കഞ്ഞിവെള്ളമാണ്, നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഇല്ല നമ്മുടെ അടുത്ത് പച്ചച്ചാണകം കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഒഴിക്കണ്ട, ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ കരിയില വീണ്ടും ഒരു ലെയർ വാരിയിടുവാണ്. വീണ്ടും നമുക്ക് അതേപോലെ തന്നെ വളമിട്ട് കൊടുക്കാം.
വളം എന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ തന്നെ എല്ലുപൊടി, ഇത്രയും മിക്സ് ചെയ്തതാണ്. വീണ്ടും നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് പകരം നിങ്ങളുടെ അടുത്ത് പുളിച്ച തൈര് അല്ലെങ്കിൽ മോരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഏറ്റവും നല്ലത് ചാണകത്തിൻ്റെ പച്ചച്ചാണകം കലക്കി ഒഴിച്ച വെള്ളമാണ്. അതില്ലാത്തവർ ഇപ്പോൾ എല്ലായിടത്തും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ലെയർ ഇട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കരിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വളം കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയുള്ളത് നമ്മൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ബാക്കി കുറച്ചും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ശീമക്കൊന്നയുടെ ഇല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒന്ന് ടൈറ്റായിട്ട് കെട്ടി വെക്കുക എന്നുള്ളതാണ്. ഇത് കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ മഴയോ വെയിലോ ഒന്നും കൊള്ളാതെ ഷെയ്ഡിൽ സൂക്ഷിക്കുക. കറക്റ്റ് ഒരു മാസത്തിന് മുമ്പ് ഇത് നന്നായിട്ട് പൊടിഞ്ഞു കൂടി നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിലും പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. അതിൽ കൂടുതൽ നല്ല വളമായി മാറുകയും ചെയ്യും. കരിയില മാത്രമല്ലല്ലോ ഇതിലുള്ളൂ, നമ്മൾ വളം ചേർക്കുന്നുണ്ട്, അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ചേർക്കുന്നുണ്ട്, പിന്നെ നന്നായിട്ട് നമ്മൾ പൊടിച്ചിട്ടാണല്ലോ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മളിത് അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഷെയ്ഡിൽ വെച്ചിരുന്നാൽ മതി. ഒരു മാസത്തിന് മുമ്പ് ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് പൊടിഞ്ഞു കൂടി നല്ല കമ്പോസ്റ്റായിട്ട് നമുക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് കിട്ടുന്ന കരിയിലകളൊക്കെ കളയാതെ ഇതേപോലെ സൂക്ഷിച്ച് നമുക്ക് നല്ല വളമാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്